പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, NCDC സ്നേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഇന്ന് ഒരു പുതിയ അതിഥിയെ, ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ഇതുവരെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അതിഥിയാണ് കൗമുദി TV-യുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ ടീം ഇന്ന് പരിചയപ്പെടുത്തുന്നു. ഈ പുതിയ അതിഥിയെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ അതിഥിയെ പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കാം, എൻ്റെ ജീവിതത്തിൽ 300ാമത്തെ പാമ്പ് കടിയേറ്റു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം, ആ കടി കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം 100ൽ കൂടുതൽ പാമ്പുകളെ പിടിക്കാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും വ്യത്യസ്തനായ അല്ലെങ്കിൽ ഒരു പുതിയ അതിഥിയെ, അല്ലെങ്കിൽ ഏറ്റവും സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ പുരാണങ്ങളിൽ ഗോൾഡൻ കോബ്ര, സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന അതിഥിയെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നു നിങ്ങളുടെ മുന്നിലേക്ക്. 10 വയസ്സോളം മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ 10 വയസ്സിനധികം പ്രായമുള്ള ഗോൾഡൻ കോബ്ര എന്നറിയപ്പെടുന്ന, സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന, സ്വർണ്ണ സർപ്പം എന്നറിയപ്പെടുന്ന, നമ്മുടെ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട് കരിനാഗം, സ്വർണ്ണനാഗം, വെള്ളിനാഗം എന്നൊക്കെ. എന്തായാലും ഈ അതിഥി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അപരിചിതനാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനോട് ആരാധന തോന്നും. ഭാരതീയ വിശ്വാസങ്ങളിൽ മാത്രം നിറഞ്ഞ സ്വർണ്ണനാഗം, ദർശനം തന്നെ പുണ്യമെന്ന് ഉപനിഷത്തുകളും ഐതിഹ്യങ്ങളും വിശദീകരിക്കുന്ന സ്വർണ്ണവർണ്ണത്തിലുള്ള സർപ്പം. പ്രേക്ഷകർക്ക് അസുലഭ അവസരവുമായി കടന്നെത്തുന്നു സ്വർണ്ണനാഗം. കൂടെ വാവാ സുരേഷ്. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണനാഗത്തെ കൗമുദി TV നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഇദ്ദേഹം സാധാരണഗതിയിൽ ഇദ്ദേഹത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഇദ്ദേഹം അപൂർവങ്ങളിൽ അപൂർവമാണ് ഇദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ഇതുവരെ ഇദ്ദേഹത്തിനെ ആരും കാണാൻ, അല്ലെങ്കിൽ ഇതേപോലെ, അല്ലെങ്കിൽ ഇതേ കളറിൽ ഉള്ള അതിഥിയെ ആരും കാണാൻ സാധ്യതയില്ല. അത്രയ്ക്ക് വ്യത്യസ്തനായ, അല്ലെങ്കിൽ ആരാധനകളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഗോൾഡൻ കോബ്ര എന്നറിയപ്പെടുന്ന, സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന അതിഥി. ഇദ്ദേഹം ഫീമെയിൽ കോബ്ര അഥവാ പെൺ മൂർഖൻ എന്നറിയപ്പെടുന്നു. മൂർഖനും സർപ്പവും നാഗവും എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ആരാധനയാണ്. നിങ്ങൾ കാണുക, ഇദ്ദേഹവും ഞാനുമായിട്ട് ഏതൊരു പരിചയവുമില്ല. ഞാൻ ഇദ്ദേഹത്തിനെ പിടികൂടിയത് തന്നെ 2-3 ദിവസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ കഴിഞ്ഞ് കീഴാറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. 6:58 എനിക്ക് കോള് വരുന്നത്. ഞാനപ്പോൾ തലേദിവസം ഒത്തിരി കോളുണ്ടായിരുന്നു, വെളുപ്പാങ്കാലത്താണ് വന്ന് കിടന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹം വിളിച്ചതിന് ശേഷമാണ് എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഈ സ്ഥലത്ത്, ഈ അതിഥിയുടെ അടുത്തേക്ക് എത്തുന്നത്. ഏകദേശം 9 മണി കഴിഞ്ഞ് കാണും ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമ്പോൾ. എനിക്ക് ഈ അതിഥിയെ പരിചയപ്പെടാനുള്ളൊരു അവസരം ഒരുക്കിയത്, അല്ലെങ്കിൽ ഉണ്ടായത്, കീഴാറ്റിങ്ങലിൽ ശ്രീമാൻ അപ്പുക്കുട്ടൻ നായരുടെ വീട്ടിൽ, AB ഭവൻ അപ്പുക്കുട്ടൻ നായരുടെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി 12 മണിയോടുകൂടി
അവിടുത്തെ വളർത്തു നായ നല്ല കുരയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരിറങ്ങി, ആ വീട്ടുകാർ, അമ്മയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു അതിഥി ഇഴഞ്ഞ് മൂവ് ചെയ്ത് പോയി വീടിൻ്റെ കാർപോർച്ചിൻ്റെ മുന്നിലേക്ക് ഒത്തിരി വിറവ് അടുക്കി വെച്ചിരുന്നു, കയറി അടുക്കി വെച്ചിരുന്നു, അല്ലെങ്കിൽ കത്തിക്കാൻ അടുപ്പിലേക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചിരുന്നു. ആ വിറവിൻ്റെ ഇടയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ വിചാരിച്ചു അത് പോയി കാണുമെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ അവർ രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് പുലർകാലെ ആ നാഥൻ അല്ലെങ്കിൽ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന അദ്ദേഹം എണീറ്റ് ആ വിറവ് ഒന്ന് മാറ്റി നോക്കിയപ്പോൾ ആ വിറവിൻ്റെ ഇടയിൽ തന്നെ പാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിറവ് മാറ്റിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവരുടെ പറമ്പിൽ തന്നെ വേറൊരു കോണിലേക്ക് പോയി അവിടെ കുറച്ച് വിറവ് വെച്ചിരിക്കുന്നതിനകത്ത് പോയിരുന്നു. എന്തായാലും ഞാൻ ചെന്നപ്പോൾ ഇദ്ദേഹമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ചെന്നപ്പോൾ ഞാൻ ഒരു കഷ്ണം എടുത്ത് മാറ്റിയപ്പോൾ തന്നെ, വിറവ് കഷ്ണം എടുത്ത് മാറ്റിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കളറ് കാണാനിടയായി. അപ്പോൾ ഞാൻ എല്ലാ വിറവ് ബാക്കി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ശേഖരിച്ചിരുന്ന വിറവുകളെല്ലാം ഓരോന്നോരോന്ന് എടുത്ത് മാറ്റുകയും ഇദ്ദേഹത്തിനെ ഒരു കാരണവശാലും ഒരു തരത്തിൽ പോലും വേദനിപ്പിക്കരുതെന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിനെ വളരെ ലാഘവത്തോടുകൂടി എടുത്ത് അവിടെ നിന്ന ആൾക്കാരെയൊക്കെ മുന്നിൽ കാണിക്കുവാനും ഇദ്ദേഹത്തിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെക്കുറിച്ച് വിശദീകരിക്കാനും എനിക്ക് കഴിഞ്ഞു. ഇതാണ് 10 വയസ്സിന് മേളിൽ പ്രായമുള്ള ഗോൾഡൻ കോബ്ര എന്നറിയപ്പെടുന്ന, സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹത്തിന് നാഗം, സർപ്പം എന്ന് പറയുന്നു. പുരാണങ്ങളിൽ കരിനാഗവും സ്വർണ്ണനാഗവും വെള്ളിനാഗവും ഒക്കെയുണ്ട്. അതിന് തെളിവാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന ഈ അതിഥി. എനിക്ക് 3 മാസങ്ങൾക്ക് മുന്നേ ഇതേ സ്ഥലത്തിന് 1 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ഇതേ ഇനത്തിന്, ഇത്രയും കളറില്ല എങ്കിലും ഇതിനടുത്ത് കളറിലുള്ളൊരു കുഞ്ഞ് ഗോൾഡൻ കോബ്രയെ കിട്ടി. അദ്ദേഹത്തിന് ശരീരം നല്ല ടയേർഡായിരുന്നു. ഒരു കോഴിക്കൂട്ടിനകത്ത് കയറി മുട്ട കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പോയി പിടിക്കുമ്പോൾ അദ്ദേഹം മുട്ട വൊമിറ്റ് ചെയ്തു. ദേഹം മുഴുക്കെ ഒരു ഉണ്ട മുഴകൾ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെ കൊണ്ടുവന്ന് ഇപ്പോൾ അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് നല്ല ഹെൽത്തിയായി വരുന്നു. അദ്ദേഹത്തിനെയും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കേണ്ട സമയം, ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താൻ കഴിയാത്തത്. ഇദ്ദേഹം ഇപ്പോൾ എണീറ്റ് നിൽക്കുന്നത് തന്നെ പേടിച്ചിട്ടുണ്ട്, ഭയം കൊണ്ടാണ് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത്. കാണുക, പാമ്പിൻ്റെ വനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല അമൃത് എന്നറിയപ്പെടുന്ന, ഔഷധമെന്നറിയപ്പെടുന്ന സാധനം ഇരിക്കുന്നത് പാമ്പിൻ്റെ കണ്ണിൻ്റെ പുറകിൽ ഈ കവിള് വീർത്തിരിക്കുന്നതാണ് ദഹന ഗ്രന്ഥി എന്ന് ഞാൻ എപ്പോഴും ആവർത്തിക്കാറുണ്ട്. കാണുക എന്നും പറഞ്ഞുകൊണ്ട് ഗോൾഡൻ കോബ്രയെ കണ്ട് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ അദ്ദേഹം ഇരിക്കുന്നത് കണ്ടിട്ട് ഇനി നാളെ പറമ്പിൽ കൂടെ പോകുമ്പോൾ ഏതെങ്കിലും പാമ്പിനെ കണ്ടിട്ട് വാവാ സുരേഷിൻ്റെ കയ്യിൽ ഗോൾഡൻ കോബ്ര ഇരുന്നുവല്ലോ അല്ലെങ്കിൽ സ്വർണ്ണനാഗം ഇരുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പാമ്പ് പോകുമ്പോൾ അതിനെ പോയി കടന്നു പിടിക്കാൻ ആരും ശ്രമിക്കാതിരിക്കുക. അതെല്ലാം ഇപ്പോൾ നമുക്ക് ഒരുപാട് പാമ്പ് കടികൾ, കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി ആൾക്കാർക്ക് പാമ്പ് കടി ഏൽക്കുന്നു. കേരളത്തിൽ ഇത്തവണ ഈ കഴിഞ്ഞ വർഷം 2014 കേരളത്തിൽ പൂച്ചകളുടെ കടിയേറ്റത് 40,000-ലേറെ പേർക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാമ്പ് കടി ഏറ്റു എന്ന് പറയുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. 16,000-ലേറെ പേർക്ക് പാമ്പ് കടി. അതെല്ലാം വനമുള്ള പാമ്പുകളല്ല, ചേരയുടെയും ചുരുട്ടയുടെയും നീർക്കോലിയുടെയും ഒക്കെ കടിയാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ മൂർഖൻ്റെയും അണലിയുടെയും ഒക്കെ കടി ഏറ്റിട്ടുള്ളൂ. എന്തായാലും ഈ അതിഥിയെ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മുൻകരുതലുകൾ, നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പിനെ കാണുമ്പോൾ അല്ലെങ്കിൽ പാമ്പ് ഉണ്ടെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് തട്ടി നടന്നു പോവുക. അല്ലെങ്കിൽ ഇതുപോലെ കാട് വളർന്നു കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നീളമുള്ള വടി ഉപയോഗിച്ച് തട്ടിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് നടന്നു പോകാൻ പാടുള്ളൂ. ഇദ്ദേഹം എൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെ കരങ്ങളിലും അങ്ങനെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് കണ്ടിട്ട് ഇതൊരിക്കലും ആരും അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ അനുകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2014 പാലക്കാട് ജില്ലയിൽ ഒരു കല്യാണ വീട്ടിൽ തലേ ദിവസം ചെറുപ്പക്കാർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തൊരു വീട്ടിൽ പാമ്പ് കയറി എന്ന് പറഞ്ഞിട്ട് 2 ചെറുപ്പക്കാർ ബൈക്കിൽ പോയി വാവാ സുരേഷ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരിചയമില്ലാതെ ആ പാമ്പിനെ പോയി പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ കടിയേൽക്കുകയും ആ കടിയേറ്റാൾ ആ പാമ്പിനെ എടുത്ത് അടുത്ത് നിന്ന് അടുത്തേക്ക് ഇട്ട് കൊടുക്കുകയും ആ പാമ്പ് വീണ്ടും ആ മറ്റേ വ്യക്തിയുടെ നെഞ്ചിൽ കടിക്കുകയും 2 പേർക്ക് മരണം സംഭവിക്കുകയും ഉണ്ടായി. ഒരു കാരണവശാലും ഈ പ്രോഗ്രാം കണ്ടിട്ട് അനുകരിക്കാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം നമുക്ക് എല്ലാവർക്കും കാണാം. നമ്മുടെ പ്രേക്ഷകർക്ക് NCDC സ്നേക് മാസ്റ്ററിലൂടെ പുതിയ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ മുഴുവനും അല്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന എല്ലാവരും
ഈ അതിഥിയെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈ അതിഥിയെ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ അതിഥിയെ എന്തായാലും നമുക്ക് താഴേക്ക് ഇരുത്താം. എന്തായാലും നമ്മൾ ഈ അതിഥിയെ നന്നായിട്ട് എൻ്റെ മനസ്സ് നല്ല കൂളാക്കി, ഒരു ലോകത്തൊന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇദ്ദേഹത്തിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ സ്പർശിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒന്ന് പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നോക്കാം. കേരളത്തിൽ 12 മൂർഖൻ പാമ്പ് എന്ന് പറയുന്നത് ഒരു ഇനമേ ഉള്ളൂ, 12 കളറിൽ കണ്ടുവരുന്നു. അതുമായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാം. 12 എന്നുള്ളത് 13 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം 12 എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പാമ്പുകളുടെ മുട്ട വിരിയിച്ചിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ്, ആ കുഞ്ഞുങ്ങളിൽ നിന്നാണ് 12 കളർ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. എന്തായാലും അതിൽ ഈ അതിഥി ഇല്ല, കരിമൂർഖൻ അഥവാ ബ്ലാക്ക് കോബ്ര ഇല്ല, കരിനാഗമില്ല, വെള്ളിനാഗമില്ല, ഈ സ്വർണ്ണനാഗമില്ല. സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കോമൺ കോബ്ര എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ കുലവും അത് തന്നെയാണ്. പക്ഷെ ആരാധന ചേരുന്നു. എന്തായാലും ഈ അതിഥിയെ പിടിക്കാൻ കഴിഞ്ഞതിൽ, തൊടാൻ കഴിഞ്ഞതിലും ഒക്കെ എനിക്ക് ഒരു വളരെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഭാഗ്യമായ ദിവസങ്ങളായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഇങ്ങനെ ഒരു അതിഥിയെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ലൈവാണ്. കാരണം ഇത് ഈ നമ്മുടെ പ്രേക്ഷകരുടെ, നമ്മുടെ കൗമുദി ടിവിയുടെ സ്നേക് മാസ്റ്ററിലൂടെ ജനങ്ങൾ കണ്ടാൽ മാത്രമേ ഇത് വിശ്വസിക്കൂ ഇത് എന്ത് പാമ്പാണെന്ന്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നാളുകളായി ഞാൻ ഈ അതിഥികളുമായിട്ട് പരിചയപ്പെടാൻ തുടങ്ങിയിട്ട്. ഇത്രയും നാളുകൾക്കിടയിൽ ഇത്രയും വ്യത്യസ്തനായ ഒരു അതിഥിയെ പരിചയപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ്. സാധാരണ ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ഇടപ്പഴിഞ്ഞിൽ ഒരു പറമ്പിൽ നിന്നും ഒരു പാമ്പിനെ കിട്ടുകയുണ്ടായി. അത് വെള്ളി നാഗം എന്നറിയപ്പെടുന്ന എഴുത്തുകുത്ത് പുരാണങ്ങളിലുള്ളത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നാം ഇത് അന്ധവിശ്വാസമാണെന്ന്. പക്ഷേ ഇതൊന്നും, എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം. എന്തായാലും അതിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വ്യത്യസ്തനായ ഒരു അതിഥിയാണ് ഇദ്ദേഹം. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇടയിൽ ആദ്യമായാണ് ഇതുപോലൊരു അതിഥിയെ എനിക്ക് ഇത്രയും നല്ല സൗന്ദര്യമുള്ള ഈ അതിഥിയെ സ്പർശിക്കാൻ കഴിയുന്നത്, പിടിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ തൊടാൻ കഴിയുന്നത്. ഈ അതിഥിയെ എന്തായാലും എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഓരോ അപകടങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴും വ്യത്യസ്തന്മാരായ അതിഥികളെയാണ് എനിക്ക് കൂട്ടായി കിട്ടുന്നത്. ചില സമയങ്ങളിൽ പാമ്പ് കടിയേറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കിട്ടുന്നത് രാജവെമ്പാലായിരിക്കും. പക്ഷേ ഇത് അതിനേക്കാളുമൊക്കെ ഒരു ആരാധന തിങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹം. വെള്ളിനാഗം എന്ന് പറയുന്ന പാമ്പിന് എനിക്ക് കിട്ടി. ഇദ്ദേഹം ഗോൾഡൻ കോബ്ര, സ്വർണ്ണനാഗം എന്ന് പുരാണങ്ങളിൽ അറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഭാരതീയ സംസ്കാരം സുവർണനാഗത്തെ ഈശ്വര തുല്യമായി കാണുന്നു. ഈശ്വരന്മാരെല്ലാം തന്നെ സുവർണനാഗ സഹിതരായാണ് കാണപ്പെടുന്നതും. പരമശിവന്റെ കണ്ഠാഭരണമായും വിഷ്ണുവിന്റെ ശയ്യയായും നാഗങ്ങൾ കാണപ്പെടുന്നു. മഹർഷിവര്യനായ കശ്യപന്റെയും കദ്രുവിന്റെയും മക്കളായാണ്
ശേഷ വാസുകി തക്ഷക പരമ്പരയിലെ നാഗങ്ങൾ ജന്മമെടുത്തത്. ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം സുവർണ നാഗശ്രേഷ്ഠന്മാരെ കുറിച്ചുള്ള പരാമർശവുമുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും സുവർണ നാഗങ്ങളെ ദൈവങ്ങളായി തന്നെയാണ് ആരാധിക്കുന്നത്. സർപ്പക്കാവുകൾ പ്രകൃതി സംരക്ഷണത്തിന്റെ വഴിയാണെന്ന് ആധുനിക ശാസ്ത്രവും സമ്മതിച്ചു കഴിഞ്ഞു. സുവർണനാഗ ദർശനം തന്നെ പുണ്യമായി കരുതിയ നാടാണ് ഇത്. സുവർണനാഗങ്ങളുടെ സാന്നിധ്യം ദൈവീകമായി കാണുന്നവരാണ് ഭാരതീയർ. ഞാൻ കഴിഞ്ഞ ഈ പാമ്പിനെ പിടിച്ചതിന്റെ അന്ന് തന്നെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടുകയും 1-2 വ്യക്തികൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഇത് ഫോട്ടോഷോപ്പ് ചെയ്തതാണോ എന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ ഒത്തിരി ഫോട്ടോസ് ഫോട്ടോഷോപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് അങ്ങനെ സംശയം ഉണ്ടാവുന്നത്. എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് പോലും എൻ്റെ വിശ്വസ്തർ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു 2 പേര്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു അവർ കണ്ട് മനസ്സിലാക്കട്ടെ. എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട്, നമ്മുടെ കൗമുദി TV-യുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം കൊണ്ട് കേരളീയർക്ക് മാത്രമല്ല, ഭാരതീയർക്ക് മാത്രമല്ല, എനിക്ക് മൊബൈലിലും എൻ്റെ ഫേസ്ബുക്കിലും കോളുകൾ വരുന്നതും SMS ഒക്കെ വരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പാമ്പുകളെ കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. ഇതിനെ ഒരുപാട് സംസാരിക്കണം. ഇപ്പോൾ എനിക്ക് പാമ്പിനെ പിടിക്കുന്നതിനേക്കാളും എനിക്ക് കോളിന് മറുപടി കൊടുത്താണ് ഞാൻ ക്ഷീണിക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും ഒരു ദിവസം 200-250 കോളുകൾ എൻ്റെ മൊബൈലിലേക്ക് വരുന്നുണ്ട്. പരിചയപ്പെടാനായി സുഹൃത്തുക്കളൊക്കെ വിളിക്കാറുണ്ട്. എന്തായാലും ഈ അതിഥികളെ തൊടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ അതിഥിയെ നമ്മൾ ഇനി കഷ്ടപ്പെടുത്തുന്നില്ല. ഈ അതിഥിയെ കാണുക. NCDC സ്നേക് മാസ്റ്റർ ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒത്തിരി പുതിയ അതിഥികളുമായി വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. വീണ്ടും കാണും വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കും. വിളിക്കേണ്ട നമ്പർ 9387974441.